നല്ല വിശാലമായ പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഈ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉള്ളത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ, സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ലൊരു ഹോട്ടലുണ്ട്. ഹോട്ടൽ ഫുട്ബോൾ എന്നാണ് അതിൻ്റെ പേര്. ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 72,000 കാണികളെ വരെ അതിൽ കൊള്ളിക്കാൻ പറ്റും. മൾട്ടി സ്പോർട്ടുകൾ നടത്താൻ പറ്റും. ഇൻ്റർനാഷണൽ മാച്ചുകളൊക്കെ നടത്താൻ പറ്റുന്ന വലിയ സ്റ്റേഡിയം തന്നെയാണിത്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയത്തിന് ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ് സ്റ്റേഡിയമൊക്കെ. വാഹനങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രവേശനമില്ല. അതാണ് ഇവിടെ വലിയ ബാറുകളൊക്കെ കാണാം, റോഡിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം, അതിൻ്റെ ഫ്രണ്ട് വ്യൂ. വലിയൊരു പ്രതിമ ഉണ്ട്, ഇത് യുണൈറ്റഡ് ട്രിനിറ്റീൻ്റെ. ഇവിടെ ഒരുപാട് ഫുട്ബോളിൻ്റെ ഇതിഹാസങ്ങളുടെ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പഴയ കാലം മുതൽക്ക് പുതിയ കാലം വരെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളികളും ട്രോഫിയുമൊക്കെയാണ്. ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമാണ്. കാരണം മാച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്രയ്ക്കും ആളുകൾ ഉൾക്കൊള്ളേണ്ടതായി വരും. ഇതൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന്. അങ്ങനെ വലിയൊരു സ്റ്റേഡിയം. ഒരുപാട് സഞ്ചാരികൾ എത്തിയിട്ട് ഫോട്ടോ എടുപ്പിൻ്റെ തിരക്ക് തന്നെയാണ് ഇവിടെ. പടുകൂറ്റൻ സ്റ്റേഡിയം തന്നെയാണിത്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ മരിച്ച ഒഫീഷ്യൽസും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ആദരാഞ്ജലികൾക്ക് വേണ്ടി പണിയെടുപ്പിച്ചതാണിത്. ഈ ഒരു ഫുട്ബോൾ ഹോട്ടലിനും കൊണ്ടൊരു ചരിത്രം. ഈ മാഞ്ചസ്റ്ററിലെ തന്നെ 3 പ്ലെയേഴ്സാണ് ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ളത്, ഡയറക്ടേഴ്സായിട്ടുള്ളത്. അപ്പോൾ അതും ഒരു ചരിത്രമാണ്. വലിയൊരു ഹോട്ടലാണ് ഇതിന് മുന്നിൽ തന്നെ. ഇവിടെയുള്ള ടിക്കറ്റ് നിരക്കുകളൊക്കെ ബേസിക് 35 പൗണ്ട് മുതലാണ് ആരംഭിക്കുന്നത്. മാക്സിമം 4,000 പൗണ്ട് വരെയൊക്കെ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരാറുണ്ട്. ഡിപ്പെൻസ് ഓൺ അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ. അതിൽ ഇവിടെ മെയിനായിട്ട് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം ഈ മാഞ്ചസ്റ്ററിലുള്ള ആളുകൾ തന്നെ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ടിക്കറ്റ് കളക്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കും ഏത് മത്സരം ഉണ്ടാകുന്ന സമയത്തും. കാരണം ഇവരുടെയൊക്കെ ബ്ലഡിലുള്ളതാണ് ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന സംഭവമാണ്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആസ്ഥാനമൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത മാഞ്ചസ്റ്ററിലെ സിറ്റിയിലെ കാഴ്ചകളാണ് ഇനി ഉദ്ദേശിക്കുന്നത്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു UK അയർലൻഡ് ട്രിപ്പ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയി.
സോ ഇപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ കത്തീഡ്രലിന് മുന്നിലായിട്ടാണ്. പഴയകാല നിർമ്മിതിയാണ്. അവിടെ തന്നെ വലിയൊരു കനാല് കാണാം. ഈ ഒരു സിറ്റിയുടെ സൈഡൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് മാഞ്ചസ്റ്ററിൽ. മാഞ്ചസ്റ്റർ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ സിറ്റിയുടെ ഒരു വരുമാനം. പിന്നെ രണ്ടാമത്തെ വരുമാനം ടൂറിസമാണ്. ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം, പിന്നെ ഫുട്ബോളിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെയൊക്കെയാണ് ഒരു വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പുറകിൽ കാണുന്നത് മാഞ്ചസ്റ്ററിലെ മെയിനായിട്ടുള്ള ജയിലാണ്. ഏറ്റവും പഴയ കാലത്തെ ഒരു ജയിലായിരുന്നു ഇത്. ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്. മുകളിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു നാഷണൽ ഫ്ലാഗ് പറക്കുന്നുണ്ട്. നല്ലൊരു ഉദ്യാനമാണ് ഈ ഒരു ഭാഗത്ത് സെറ്റാക്കിയിരിക്കുന്നത്. ചർച്ചിൻ്റെ അടുത്തേക്ക് എത്തി. മാഞ്ചസ്റ്റർ കത്തീഡ്രൽ. ഇവിടുത്തെ ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നല്ലൊരു ഹോട്ടലുണ്ട് ഇതിൻ്റെ മുന്നിൽ തന്നെ, പ്രീമിയർ ഇൻ. വലിയൊരു ഗോപുരം തന്നെയാണ്. വലിയൊരു ചർച്ച് തന്നെയാണിത്. ഭയങ്കര കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ്. അങ്ങനെ ഈ ഒരു സ്ക്വയറിലൂടെ നടന്ന് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ രാജ്യത്തെ അഭിമാനമായിട്ടുള്ള മഹാത്മാഗാന്ധി. അങ്ങനെ ഗാന്ധി അപ്പൂപ്പൻ്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു സ്ക്വയറിൽ, മാഞ്ചസ്റ്ററിൽ ഈ ഒരു സ്ക്വയറിൽ ഗാന്ധിജിക്ക് ഒരു ആദര സൂചകമായിട്ട് ഒരു പ്രതിമ സ്ഥാപിച്ചതാണ്. അവിടെ നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. 2019 ഈ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. അവസാനത്തെ ഈ നഗരത്തിലെ കാഴ്ചകളും കൂടി ഒപ്പിയെടുത്തുകൊണ്ട് നാളെ ഉച്ചയാവുന്നതോടുകൂടി നമ്മൾ UK വിടും. നേരെ ദുബായ്, അവിടുന്ന് നേരെ നമ്മുടെ നാട്ടിലേക്ക്. ഇതൊരു ബ്രൂവറിയാണ് ഈ ഒരു ഭാഗത്തെ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പബ്ബാണിത്. യെസ്, അവിടേക്കുള്ള ക്യൂ ആണ് കാണുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം പബ്ബിലൊക്കെ കയറാൻ. അങ്ങനെ UK എന്ന 4 രാജ്യവും അതുപോലെ അയർലൻഡ് എന്നുള്ള രാജ്യവും കവർ ചെയ്തു. 5 രാജ്യങ്ങൾ ഉള്ള ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോകളുമായിട്ട്, പുതിയ ബിസിനസ് വീഡിയോകളായിട്ടും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോകളായിട്ടും വീണ്ടും വരാം. അതുവരെ ഐ ആം സൈനിങ് ഓഫ്, സജിത് നായർ. താങ്ക് യു.